നോമ്പ് കാലത്ത് ചൈനയിൽ മുസ്ലിം പള്ളികളൊക്കെ തല്ലിപ്പൊളിച്ച് ബാറുകളാക്കിയും മൂത്രപ്പുരയാക്കിയും ഒക്കെ ഉയ്ഗ്വർ മുസ്ലിങ്ങളെ ചൈന ശരിക്കും പീഡിപ്പിക്കുന്നു. പക്ഷേ കേരളത്തിൽ ഇതൊരു വാർത്തയേ അല്ല. ഇസ്രയേല് ചെയ്യണം എന്ന പൊളിച്ചേനെ. യുപിയിലായിരിക്കണം ഓപ്പൊളി, ആസാമിലായിരിക്കണം കാണിച്ചു കൊടുത്തേനെ നമ്മൾ. ഹമാസിനെ ഒക്കെ ആണെങ്കിൽ നമ്മൾ പൊക്കിയെടുത്ത് തലയിൽ വെച്ചേനെ. ഇതിപ്പോ ചങ്കിലെ ചൈനയായി പോയില്ലേ. ഏറ്റവും കൂടുതൽ കാക്കാമാർ കമ്മികളല്ലേ, അവരല്ലേ ആലയത്തിലേക്ക് പോയി കയറിയിരിക്കുന്നത്. പിന്നെ എങ്ങനെ പറയും ഞമ്മന്റെ ചങ്കിലെ ചൈന ചതിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ, സമ്മതിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഇറാൻ കണ്ടിട്ടില്ല, പാകിസ്ഥാൻ കണ്ടിട്ടില്ല, അഫ്ഗാനിസ്ഥാൻ കണ്ടിട്ടില്ല, ഐസിസ് കണ്ടിട്ടില്ല, മനുഷ്യാവകാശ സംഘടനകളൊന്നും കണ്ടിട്ടില്ല. ഉയ്ഗ്വർ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങൾ ചൈനയിൽ പീഡിപ്പിക്കപ്പെടുന്നത്. കാലിലൊക്കെ കയ്യില് 2 കമ്പൊക്കെ വെച്ചിട്ട് കെട്ടി, കാലില് 5 കിലോ ഭാരമുള്ള ചങ്ങലകൾ കെട്ടിത്തൂക്കിയിട്ട് ക്രൂരമായി പീഡിപ്പിക്കുന്നു. നോമ്പ് പിടിക്കാൻ പറ്റില്ല, തലയിൽ തുണിയിടാൻ പറ്റില്ല, താടി വളർത്താൻ പറ്റില്ല, നമസ്കരിക്കാൻ പറ്റില്ല, അള്ളാഹു എന്ന് വിളിക്കാൻ പറ്റില്ല, ബാങ്കില്ല, പള്ളിയില്ല, നമസ്കാരമില്ല. ഇവിടെ ആണെങ്കിൽ ചൈനയിൽ പള്ളി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടക്കാണ് കുറച്ച് മലയാളി കീടങ്ങൾ. അതുപോലെ ക്രിസ്ത്യാനികൾക്കും ചൈന ശരിക്ക് പണി കൊടുക്കുകയാണ്. ചൈനയുടെ 3000 വർഷത്തെ ചരിത്രത്തിൽ എന്നും വിവാദങ്ങളിൽ ഇടം പിടിച്ച വസ്തുതയാണ് മതങ്ങളോടുള്ള ചൈനയുടെ വ്യത്യസ്തമായിട്ടുള്ള സമീപനം. ഇന്ന് ചൈനയിലെ മതം വൈവിധ്യമാർന്നതാണ് എന്നൊക്കെ എഴുതി വായിക്കാറുണ്ട്. മിക്ക ചൈനക്കാരും ഒന്നുകിൽ മതവിശ്വാസികളല്ല, അതല്ലെങ്കിൽ ബുദ്ധമതത്തിന്റെയും ഈ താവോയിസത്തിന്റെയും ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള കൺഫ്യൂഷ്യസിന്റെ ദർശനങ്ങൾ, അങ്ങനെയൊക്കെ വ്യത്യസ്തമായി ചേർന്നിട്ടുള്ള ഇതര ലോക വീക്ഷണങ്ങളാണ് അവരുടേത്. ഇതിനെ മൊത്തത്തിൽ ചൈനീസ് നാടോടി മതം എന്നൊക്കെ വിളിക്കാം. പക്ഷെ മറ്റൊരാളുടെ മേൽ അവർ അടിച്ചേൽപ്പിക്കുന്നില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസധാരകളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു. പക്ഷേ അവിടെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ഔദ്യോഗികമായി നിരീശ്വര രാഷ്ട്രം എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഗവൺമെന്റ് ഔപചാരികമായി 5 മതങ്ങളെ അംഗീകരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഇതിനകത്ത് ബുദ്ധമതമുണ്ട്, താവോയിസമുണ്ട്, ക്രിസ്ത്യൻ മതമുണ്ട്, അതിനകത്ത് കത്തോലിക്കയുണ്ട്, പ്രൊട്ടസ്റ്റന്റ് മതമുണ്ട്. അതിനെ 2 തന്നെയാണ് അതിനെയൊക്കെ അംഗീകരിക്കുന്നത്. ലാസ്റ്റ് ഉള്ളതാണ് ഇസ്ലാം. പക്ഷേ മതങ്ങൾ പോലും ഇവിടെ പാർട്ടിക്ക് താഴെയാണ്. രാജ്യത്തെ എല്ലാ മതസ്ഥാപനങ്ങളും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം അംഗീകരിച്ചേ പറ്റൂ. ഒരു പ്രത്യേക തരം മത സ്വാതന്ത്ര്യമാണ് അവിടെ കിട്ടുന്നത്. കൺഫ്യൂഷനിസം, താവോയിസം, പിന്നീട് ബുദ്ധമതവും ചേർന്നിട്ട് ചൈനീസ് സംസ്കാരം രൂപപ്പെട്ടിരിക്കുന്നു. അതിനെ 3 അധ്യാപനങ്ങൾ എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. പക്ഷേ ഈ ദർശനങ്ങളുടെ സഹിഷ്ണുതയും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് തീരെ ഉണ്ടായിരുന്നുമില്ല. മാവോകളുടെ സംസ്കാരത്തെ വിപ്ലവകാലം മുതൽ മതപീഡനം രൂക്ഷമായി മാറി. പക്ഷേ മാവോയുടെ കാലത്ത് നിന്ന് ചൈന ഏറെ മാറി. അന്ന് ദശലക്ഷങ്ങൾ പട്ടിണി കിടന്നു മരിച്ച രാജ്യം ഇന്ന് വളർച്ചാ സൂചികകളിൽ വളരെ മുന്നിലാണ്. മാവോകളുടെ കമ്മ്യൂണിസം അല്ല വിപണി തുറന്നുകൊണ്ട് ഡെങ് സിയാവോപിങ് നടപ്പാക്കിയ റെഡ് ക്യാപിറ്റലിസമാണ് ചൈനയുടെ ഗതി മാറ്റി തിരിച്ചത്. ഇന്ന് ആഗോള ക്യാപിറ്റലിസ്റ്റ് ഭീമനായിട്ടുള്ള ചൈനയ്ക്ക് സോഷ്യലിസം എന്നത് ഒരു നൊസ്റ്റാൾജിയയാണ്. പക്ഷേ ചൈനയിൽ മാറാത്തതായിട്ടൊന്നുണ്ട്, മതങ്ങളോടുള്ള വ്യത്യസ്തമായിട്ടുള്ള സമീപനങ്ങൾ. ഇപ്പോ ക്രിസ്ത്യൻ വംശജരായിട്ടുള്ള ആളുകൾ ചൈനയിൽ വലിയ രൂപത്തിൽ പീഡനങ്ങൾക്ക് വിധേയമാകുന്നു. മുസ്ലിങ്ങളെ പോലെ തന്നെ, അതല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ. ചൈനയിലെ പള്ളികളിൽ നിന്നും കുരിശുകൾ നീക്കം ചെയ്യുന്നു. ഈശോയുടെയും കന്യാമറിയത്തിന്റെയും ചിത്രങ്ങൾക്ക് പകരം പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിന്റെ ചിത്രമാണ് വെക്കേണ്ടത്. സർക്കാരിന്റെ നിർദ്ദേശമാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ് കമ്മീഷൻ ഓഫ് ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അതിനകത്തുള്ളത്. സർക്കാർ മതഗ്രന്ഥങ്ങൾ സെൻസർ ചെയ്യുകയാണെന്നും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം പ്രസംഗിക്കാൻ വൈദികരെ നിർബന്ധിക്കുകയും പള്ളികളിൽ മുദ്രാവാക്യങ്ങൾ പ്രദർശിപ്പിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുകയാണെന്നും അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യം സംബന്ധിച്ച അമേരിക്കൻ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ചിലയിടങ്ങളിലൊക്കെ പള്ളികൾ സർക്കാർ അടപ്പിച്ചതിനെ തുടർന്ന് വീടുകളിൽ ചേരുന്ന വിശ്വാസ കൂട്ടായ്മകളിലാണ് പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്നത്. പക്ഷേ ചൈന മനസ്സിലാക്കുന്ന ചില വസ്തുതകളുമുണ്ട്, എന്നാൽ മനസ്സിലാക്കാത്ത ചില വസ്തുതകളുമുണ്ട്. പ്രത്യേകിച്ച്
ഇസ്ലാം മതവിശ്വാസികളെ വളരെ ക്രൂരമായിട്ടാണ് ചൈന പീഡിപ്പിക്കുന്നത്. മുസ്ലിം പള്ളികളൊക്കെ അവരുടെ മുമ്പിൽ വെച്ച് പൊളിക്കുന്നത് എന്തിനാ? അവരുടെ മതവികാരം വ്രണപ്പെടുത്താനാ. അത് മൂത്രപുരയാക്കി മാറ്റുന്നത് എന്തിനാ? ലൈബ്രറി ആക്കി കൂടെ? എന്തിനാ ബാറുകളാക്കുന്നത്? തൊഴിലിടങ്ങളിൽ നോമ്പ് പിടിക്കരുത് എന്ന്. നോമ്പ്, നിസ്കാരം, താടി, ബുർക്ക, പർദ, മക്കന, ഐസിസ് ക്യാമ്പുകള്, സൂംബ, ഇനി മെക്സവൻ ഉള്ള ആരോഗ്യം മതി, മിണ്ടാതൊരു മൂലക്കിരുന്നു. ഇതാണ് ചൈന. പക്ഷേ ചങ്കിലെ ചൈന ഇസ്ലാം മതവിശ്വാസികളോട് ചെയ്യുന്ന ഈ ക്രൂരതയോട് എതിർത്ത് തോൽപ്പിക്കാൻ ഒരു കുഞ്ഞു പ്രതിഷേധമെങ്കിലും കേരളത്തിലെ മുസ്ലിങ്ങളിൽ നിന്ന് നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? അല്ലെ, കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഇസ്രയേലിനെതിരെ കുരച്ച് ചാടുന്ന ആരെയും കണ്ടില്ലല്ലോ നമ്മള്. തേക്കടിയിലെ ഒരു കരകൗശല സ്ഥാപനത്തില്, കരകൗശല സാധനങ്ങൾ വിൽക്കുന്ന സ്ഥാപനത്തില് ഒരു ഭാര്യയും ഭർത്താവും കയറുന്നു. ഭർത്താവ് പെട്ടെന്ന് പുറത്തോട്ട് പോകുന്നു, എന്തോ ഫോണിൽ സംസാരിക്കാനോ അപ്പുറത്തുനിന്ന് എന്തോ പർച്ചേസ് ചെയ്യാനോ അങ്ങാണ്ടേ. ആ സ്ത്രീക്ക് ഒരു ഫോൺ വരുന്നു. സ്ത്രീ ഫോൺ എടുത്ത് ചെവിയിൽ വെക്കുന്നു. ഹീബ്രു ഭാഷയിൽ സംസാരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ കടക്കാരൻ ലൈറ്റ് അണച്ച് അവരെ തള്ളി പുറത്തിറക്കി ഷട്ടർ ഇടുന്നു. ജൂതന്മാർക്ക് ഇവിടെ സാധനങ്ങളില്ല, ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണെന്ന്. കാരണം ഹമാസിനെ ആക്രമിക്കുന്നു, ഗാസയെ ആക്രമിക്കുന്നു. അതുകൊണ്ട് ഇസ്രായേലിന് ഇവിടെ സാധനമില്ല. ജൂതന്മാർക്ക് ഞങ്ങൾ സാധനം തരില്ല. ഏതാനും നിമിഷങ്ങൾക്കകം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ആളുകൾ ആ കടയ്ക്ക് ചുറ്റും കൂടുന്നു. അവര് ഉന്നത സാംസ്കാരിക മൂല്യങ്ങൾ സൂക്ഷിച്ചവരായതുകൊണ്ട് കച്ചറ പറയാനും കലപില കിടന്ന് അലയ്ക്കാനും ഒന്നും നിന്നില്ല, മാറി നിന്നു. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ നിന്ന് തന്നെ ആളുകൾ ഉണ്ടായിരുന്നു, തേക്കടിയിൽ തന്നെ ആളുകൾ ഉണ്ടായിരുന്നു. അവര് സംസാരിച്ച ഉടനെ തന്നെ ഇന്ത്യൻ ആർമി വന്നു. കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധം തന്നെ പൊട്ടിപ്പുറപ്പെടാൻ മതിയാകും. കാരണം പല സന്ദർഭങ്ങളിലും ഇന്ത്യയെ ചേർത്ത് പിടിച്ച രാജ്യമാണ് ഇസ്രായേൽ. അതല്ലെങ്കിൽ ചൈന അന്നേ അടിച്ച് നാമാവശേഷമാക്കിയനെ. ആ ഇസ്രായേൽ ഇന്ത്യയെ എന്നും സഹോദരങ്ങളെ പോലെ ചേർത്ത് നിർത്തി. ഞങ്ങൾ വീണിട്ടല്ലാതെ ഇന്ത്യയുടെ ദേഹത്തൊരു മണ്ണു നുള്ളിയിടാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് നെഞ്ചും വിരിച്ചു നിന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. നമ്മൾ ടൂറിസത്തിൽ കൂടി നല്ലൊരു വരുമാനം നമ്മൾ കണ്ടെത്തുന്നുണ്ട്. എന്നിട്ട് ആ ഇസ്രായേലി ദമ്പതികൾ നമ്മുടെ രാജ്യത്ത് വരുമ്പോൾ അതിഥി ദേവോ ഭവ, നമ്മൾ അവരെ സ്വീകരിക്കേണ്ടതിന് പകരം ജൂതനാണ് എന്ന് പറഞ്ഞ് വർഗവെറി പറഞ്ഞ്, ജൂതന്മാരാണ് എന്ന് പറഞ്ഞ്, ഹമാസിനെ പ്രേമിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തുന്ന സമീപനം സ്വീകരിച്ചാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബദ്ധവൈരികളായി മാറാൻ ഒരു കാരണമാകത്തില്ലേ? എന്തെല്ലാം കരാറുകൾ ഉണ്ടാകും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ, എന്തെല്ലാം വ്യാവസായികമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാകും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ. അപ്പോ ഒരുപാട് വരവ് ചെലവ് കണക്കുകൾ, എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായി രണ്ട് രാജ്യങ്ങൾ ബന്ധപ്പെട്ട് കിടക്കേണ്ടതിന് പകരം തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ച തേക്കടിയിലെ വീരനെ എൻഐയെ കൊണ്ടുപോയി ഡൽഹിയിലേക്ക് കടക്കി പൂട്ടിട്ടു. ഇത്തരം വേഷം കെട്ടുകാരെ ഒന്നും വച്ചോണ്ടിരിക്കല്ലെന്നേ.